ഇതാ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കേണ്ടതില്ലെന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ്. വിചാരണ കോടതിയുടെ മുൻ ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുതെന്ന് ഹൈക്കോടതി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ട് വിചാരണ കോടതി നടത്തിയ പരാമർശങ്ങളിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. ബിനിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ബിനിൽ, എങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്? ദിലീപിന് എത്രത്തോളം ആശ്വാസമാണ്? ദിലീപിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുന്നില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ വിചാരണ കോടതിക്ക് ഒരു തിരുത്ത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും അവർക്ക് അനുകൂലവുമായിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ വിചാരണ കോടതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടിറക്കിയ ഉത്തരവിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ കേസിന്റെ വിചാരണയെ തന്നെ അത് ബാധിക്കുമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്നത്. കാരണം ഈ കേസിൽ രണ്ടാമത് അന്വേഷണം നടക്കുമ്പോൾ ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായി വന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ അടക്കം മൊഴികളെ അവിശ്വസിച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് പിന്നീടുള്ള വിചാരണയെ സാരമായി തന്നെ ബാധിക്കുമെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരാകരിച്ചതിനെതിരെ ഹൈക്കോടതിയിലേക്ക് എത്തി. ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആ പരാമർശങ്ങളുടെ കാര്യത്തിൽ പ്രോസിക്യൂഷന് അനുകൂലമായ ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ പരാമർശങ്ങൾ ഈ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കേണ്ടതില്ല എന്ന ആ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കണം. കേസിന്റെ വിചാരണയെ, അതായത് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഇപ്പോൾ നടന്നു വരികയാണ്. ആ വിചാരണയിലെ തീരുമാനത്തെ ഈ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾ ഒരു തരത്തിലും സ്വാധീനിക്കരുത് എന്ന് ജസ്റ്റിസ് സോഫി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യം നേടിയെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്ന വിഷയം വരുമ്പോൾ ഈ കേസിന്റെ വിചാരണ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. അവസാനത്തെ സാക്ഷിയുടെ ക്രോസ് വിസ്താരമാണ് നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലൂസിന്റെ ക്രോസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജാമ്യം റദ്ദാക്കുന്നതിന് കാര്യമായ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നതാണ്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കേണ്ടെന്നുള്ള വിചാരണ കോടതിയുടെ വിധി അത് ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. പക്ഷേ വിചാരണ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടാകുന്ന വിചാരണയിലെ പരാമർശങ്ങൾ പലതും വിചാരണയെ ബാധിക്കരുതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നു. ബിനിലാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.